അർഹരായ എല്ലാ കെഎസ്ആർടിസി ജീവനക്കാർക്കും പ്രൊമോഷൻ ലഭ്യമാക്കുമെന്നും 2 ദിവസത്തിനകം ഉത്തരവ് നൽകുമെന്നും ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. ഈ വർഷം വിവിധ തസ്തികകളിൽ നിന്നായി ഒരുപാട് ജീവനക്കാർ വിരമിക്കുന്നുണ്ട്. ഈ ഒഴിവുകൾ പരിഗണിച്ചാണ് പ്രൊമോഷൻ നൽകുന്നത്. നിലവിലുള്ള ജീവനക്കാരിൽ ഏറെയും ദീർഘനാൾ സർവീസ് ഉള്ളവരാണ്. ഇവർക്ക് പ്രൊമോഷൻ നൽകുന്നതിലൂടെ കെഎസ്ആർടിസി പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രോസസ് എല്ലാം പൂർത്തിയായിരിക്കുകയായിരുന്നു. ഇന്നത് ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. പരമാവധി കൊടുക്കാവുന്ന പ്രൊമോഷനുകൾ നമുക്ക് ഈ ഡിപ്പാർട്ട്മെന്റിനെ നടത്തിക്കൊണ്ടുപോകാൻ ആവശ്യമായ പ്രൊമോഷൻസ് എല്ലാം കൊടുക്കാനാണ് തീരുമാനം. ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും ഒക്കെ പ്രൊമോഷൻ ഉണ്ടാവും. അവർക്കെല്ലാം പറ്റുന്നത് നമ്മൾക്ക് ആവശ്യമുള്ള അനാവശ്യമായ പ്രൊമോഷൻ ഒന്നും ചെയ്തില്ല. നമുക്ക് ഇത്ര പേരെ ആവശ്യമുണ്ട്, റിട്ടയർമെൻറ്റ് വേക്കൻസിയുള്ള അങ്ങനെയുള്ളതെല്ലാം ഫില്ല് ചെയ്യാനാണ് തീരുമാനിച്ചത്. കൊടുക്കും. 2 ദിവസം ഞാൻ MD നിർദ്ദേശിച്ചത് നാളെ മറ്റന്നാളോ അതേ ട്രിവാൻഡ്രത്തിൽ എന്നാ ഉടനെ അത് ചെയ്യും. അത് ജീവനക്കാർക്ക് ഒരു സന്തോഷ വാർത്തയാണ്. അല്ല, എല്ലാ കാറ്റഗറികളും വരുമ്പോൾ കുറച്ച് കൂടുതലാണ്. നല്ലൊരു സാമ്പത്തിക ബാധ്യതയുണ്ട്, എന്നാലും നമ്മൾ ചെയ്യാം. കാരണം ഇത് റിട്ടയർമെൻറ്റ് ഒരുപാട് വരെയാണ്. ഈ വർഷം വളരെ വൻതോതിൽ റിട്ടയർമെൻറ്റാണ്. റിട്ടയർമെൻറ്റ് പല പോസ്റ്റുകളിലും ഹാൻഡിൽ ചെയ്യാൻ ആളില്ലാതെ പോകും. സ്റ്റേഷൻ മാസ്റ്റർ, ATO ഇതൊക്കെ ആളില്ലാതെ പോകും. അപ്പോൾ അതുകൊണ്ട് അതായത് ഈ പ്രൊമോഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ 1 മാസം കഴിഞ്ഞ് റിട്ടയർ ആകാൻ പോകുന്ന ഒരാളിന് പ്രൊമോഷൻ കൊടുത്താൽ അയാൾ ഒരു ജോലിയും ചെയ്യില്ല. ഇപ്പോൾ നമുക്ക് കിട്ടിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ ATOമാരിൽ പലരും ചെറുപ്പക്കാരാണ്. അവർക്ക് 2034 വരെ 35 വരെയൊക്കെ സർവീസുണ്ട്. അപ്പോൾ അവർ ആ റെസ്പോൺസിബിലിറ്റിയോടെ ചെയ്യുന്നത് കൊണ്ടാണ് KSRTC നന്നായി പോകുന്നത്. സാധാരണ റിട്ടയർ ചെയ്യാൻ 1 മാസമുള്ള ആളിന് പ്രൊമോഷൻ കൊടുക്കും DTO ആയിട്ട്. അദ്ദേഹം മേളിൽ കയറിയിരിക്കും, താഴെയുള്ളവരെ ജോലി ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഇദ്ദേഹത്തിന് പെൻഷൻ വാങ്ങണമെന്നും പറഞ്ഞ് ജോലി ചെയ്യാതിരിക്കും. ഇതാണ് KSRTC കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു അബദ്ധം. ഇപ്പോൾ അതില്ല. ഇപ്പോൾ പ്രൊമോഷൻ കൊടുക്കുന്ന ഒരുവിധം ഒരു വളരെ ചെറിയൊരു പെർസെൻറ്റേജ് വെച്ച് ബാക്കി എല്ലാവരും ലോങ് പീരീഡ് 1 വർഷം 2 വർഷം വരെ മിനിമം ഉള്ള ആളുകളാണ് വരുന്നത്. അല്ല, ഒരു സർക്കാർ എങ്ങനെ പ്രവർത്തിച്ചു, ആ സർവേയുടെ ഉദ്ദേശം അതിൻ്റെ ലക്ഷ്യത്തെ വഴിതിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. രാഷ്ട്രീയമായ ഒരു ലക്ഷ്യമല്ല അതിനുള്ളത്. ഒരു സർക്കാർ എന്തെല്ലാം ചെയ്തു, ഇനി എന്തെല്ലാം ചെയ്യേണ്ടതുണ്ട് എന്ന് പൊതുജനങ്ങളോട് ചോദിക്കാനുള്ളൊരു തീരുമാനം, അതിനെ ഒരു ഇലക്ഷനുമായി കണക്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല. അതിനകത്തൊരു സതുദ്ദേശമാണുള്ളത്. കാരണം ന്യൂ ജനറേഷൻ കുട്ടികളൊന്നും ഇതിൽ പങ്കാളികളാവുന്നില്ല. ഈ ഭരണത്തിലോ രാഷ്ട്രീയത്തിലോ വോട്ട് ചെയ്യാനോ തയ്യാറാവുന്നില്ല. അവരെ ഇതിൻ്റെ ഭാഗമായി ഇൻവോൾവ് ചെയ്യിക്കാന്നുള്ളത്. വോട്ട് ചെയ്യാൻ പോലും, വോട്ട് ചേർക്കാൻ പോലും ന്യൂ ജനറേഷനിലെ ചെറുപ്പക്കാരായ കുട്ടികൾ തയ്യാറാവുന്നില്ല. അപ്പോൾ അവരെ ഇതിലേക്ക് ആകർഷിക്കാൻ അവരുടെ ഒപ്പീനിയൻ, ഈ നാട് എങ്ങനെയാകണം എന്ന് അവരാണ് സ്വപ്നം കാണേണ്ടത്. നമ്മളല്ല, വളരെ ചെറുപ്പമായിട്ടുള്ള ആൾക്കാരുണ്ട്, അവരാണ് കാണേണ്ടത് നാളെ എങ്ങനെയാവണം, നാളെ എങ്ങനെ ആകണമെന്നുള്ള ഒരു ഫീഡ്ബാക്കിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അല്ലാതെ അതൊരു ദുരുദ്ദേശമുള്ള കാര്യമല്ല. അതിപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ പിന്നെ ഇവിടെ ബീഹാറിൽ എന്താണ് ചെയ്തത്? ഇലക്ഷൻ തലേ ദിവസം എല്ലാ സ്ത്രീകളുടെയും അക്കൗണ്ടിലേക്ക് 10,000 രൂപ ഇട്ടുകൊണ്ടു. അതുപോലെയല്ലല്ലോ ഇത്. ഇതൊരു 10 വർഷം ഭരിച്ചൊരു സർക്കാർ ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു, ഇനി ഞങ്ങൾ വന്നാൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പ്രകടന പത്രിക തയ്യാറാക്കാൻ പോലും അത് ഉപകാരപ്പെടും. അല്ലാതെ രാഷ്ട്രീയമായി മാത്രം അതിനെ കാണുന്നത് ശരിയല്ല. അല്ല, വീഴ്ചകൾ ഉള്ളതുകൊണ്ടാണല്ലോ. കാരണം ഇത്രയും വികസനങ്ങൾ ചെയ്തിട്ട് ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ തന്നെ പല ബസ്സുകളും വന്നുപോയി. അതിന് പുറത്ത് പരസ്യങ്ങളാണ്. 5 ലക്ഷത്തിലധികം വീടുകൾ പാവപ്പെട്ടവർക്ക് വെച്ചു കൊടുത്ത സർക്കാർ, 5,50,000 പട്ടയം കൊടുത്ത സർക്കാർ. മോശം സർക്കാരാണോ? ഈ UDFൻ്റെ അവസാനം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നിങ്ങൾ അന്വേഷിക്കുക, ഒരു ഭവന പദ്ധതി പോലും ഉണ്ടായിരുന്നില്ല. ഈ ലൈഫ് എന്ന പദ്ധതി കൊണ്ടുവരുന്നത് 1ാം പിണറായി സർക്കാരാണ്. അതിനു മുമ്പ് യാതൊരുവിധ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന പിന്നെ പ്രധാനമന്ത്രി ഇടവകയായിട്ട് കൊടുക്കുന്ന വീടുകളാണ് വെച്ചിരുന്നത്. അത് SC ST വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് കൂടുതലും കൂടി. ജനറൽ വിഭാഗത്തിന് വളരെ കുറവായിരുന്നു. അങ്ങനെ തുച്ഛമായ നമ്പർ വീടുകളാണ്. മുനീറായിരുന്നു അന്ന് പഞ്ചായത്തിൻ്റെ മന്ത്രി. അദ്ദേഹം പലപ്പോഴും നിർബന്ധിക്കാറുണ്ടായിരുന്നു. ഞാനും അദ്ദേഹം പറയുന്നുണ്ട് വീട് വെച്ച് കൊടുക്കണമെന്ന്. അതുപോലെ തന്നെ അതിന് മുമ്പിരുന്ന സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങി വെച്ച വീടുകൾ തീർക്കാൻ പോലും ഉമ്മൻചാണ്ടി സർക്കാർ തയ്യാറായില്ല. അങ്ങനെ ഒരു സമരം ഉണ്ടായിരുന്നു, അത് മറക്കരുത്. VSൻ്റെ സർക്കാർ അവസാനിച്ചപ്പോൾ വീടുകൾ തറ കെട്ടിയിട്ടിരുന്നു. അതിന് ഫിനിഷിങ്ങിന് പൈസ കൊടുക്കാൻ പറഞ്ഞു. അതാ സർക്കാർ UDF സർക്കാർ കൊടുത്തില്ല. മാത്രമല്ല അതിനെ തുടർന്ന് അത് കൊടുത്തില്ലെന്ന് മാത്രമല്ല, അതിനെ തുടർന്ന് ഒരു ഭവന പദ്ധതി 5 വർഷവും ഉണ്ടായിരുന്നില്ല. തർക്കിക്കാമോ VD സതീശന്? അല്ലെങ്കിൽ ആർക്കെങ്കിലും തർക്കിക്കാമോ? ഞാൻ പറയുന്നു ഇല്ലായിരുന്നു. ഞാൻ ആ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ആളല്ലേ. അന്ന് ഞങ്ങൾ ഞാനും മുനീർ നിർബന്ധമായി പറയുമായിരുന്നു ഭവന പദ്ധതി വേണം. ആരും ചോദിക്കൊണ്ടില്ല. 5 വർഷം പിന്നിട്ടു. ഞാൻ ഇടയ്ക്ക് വെച്ച് പോയി. പക്ഷേ 5 വർഷം പിന്നിട്ടിട്ടും ഭവന പദ്ധതി ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് ലൈഫ് പദ്ധതി വന്നത്. അതിൽ പട്ടികജാതി, പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർക്കും ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർക്കും